ഹായ് എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറി ടെക്നോളജിയിലെ, അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഡയറി ടെക്നോളജിയിലെ ടെസ്റ്റ് ഫോർ മിൽക്ക് ക്വാളിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് മിൽക്കിന്റെ പ്രോസസ്സിംഗ് ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ, അതായത് കളക്ഷൻ ഓഫ് മിൽക്ക് മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് മിൽക്കിന്റെ ക്വാളിറ്റി ടെസ്റ്റുകളെ പറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ പ്രോസസ്സ് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ഒരു കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു, ഹോമോജിനൈസേഷൻ. ഹോമോജിനൈസേഷൻ എന്ന ഒരു പ്രോസസ്സ് അതിൽ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ എന്താണ് ഹോമോജിനൈസേഷൻ എന്നാണ് ഞാൻ പറയുന്നത്. റെഡ്യൂസിങ് എ സബ്സ്റ്റൻസ്, നമ്മളെ മിൽക്കിലുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റിയതിന് ശേഷം നമ്മുടെ മിൽക്കിൽ ത്രൂ ഔട്ട് ആയിട്ട് അതിനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഹോമോജിനൈസേഷൻ എന്ന പ്രോസസ്സ്. റെഡ്യൂസിങ് എ സബ്സ്റ്റൻസ് സച്ച് ആസ് ഫാറ്റ് ഗ്ലോബ്യൂൾസ്, മിൽക്കിലുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ റെഡ്യൂസ് ചെയ്യുക, സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തതിന് ശേഷം മിൽക്കിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുന്നത് ഹോമോജിനൈസർ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഉപയോഗിച്ച് മിൽക്കിനെ നമ്മൾ ഒരു നോസിൽ വഴി കടത്തി വിട്ടതിന് ശേഷം സ്മോളർ പാർട്ടിക്കിൾ ആക്കുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഹോമോജിനൈസേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഷിയറിംഗ്, കാവിറ്റേഷൻ, ടർബുലൻസ്. ഇതാണ് ഹോമോജിനൈസേഷന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ഇത് മൂന്നും ഒരു ഫ്ലൂയിഡിന്റെ ഡൈനാമിക് കണ്ടീഷൻസ് ആണ്. ജസ്റ്റ് നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും അപ്ലൈ ചെയ്യുമ്പോൾ ഷിയറിംഗ്, കാവിറ്റേഷൻ, ടർബുലൻസ് ഉണ്ടായിട്ട് ആണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ വരാവുന്ന ഒരു ഡൗട്ടാണ്, എന്തായിരിക്കാം ഡിഫറൻസ്. ഇപ്പൊ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്ചറൈസേഷൻ ഉണ്ടായിരുന്നു, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ ഹോമോജിനൈസേഷനും പറഞ്ഞു. അപ്പൊ എന്താണ് ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്? പാസ്ചറൈസേഷൻ നമുക്കറിയാം, കില്ലിംഗ്, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനാണ് പാസ്ചറൈസേഷൻ, ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട്. ദെൻ സ്റ്റാൻഡർഡൈസേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, റേസിംഗ് അല്ലെങ്കിൽ ലോവറിംഗ്. മിൽക്ക് ഫാറ്റിനെ അല്ലെങ്കിൽ സോളിഡ് നോട്ട് ഫാറ്റിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫാറ്റിന്റെ കണ്ടന്റ് ഡിഫറെന്റ് ലെവലിലേക്ക് മാറ്റുക. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. നമ്മുടെ ഫാമിൽ നിന്ന് ആയിക്കോട്ടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മിൽക്ക് ആയിരിക്കും, പ്രോട്ടീന്, ഫാറ്റ് ഒക്കെ ഡിഫറെന്റ് എമൗണ്ടിലായിരിക്കും ഉണ്ടാവുക. അതൊക്കെ നമ്മൾ അതിലുള്ള ഫാറ്റ് കണ്ടന്റിനെ നമ്മൾ ഒന്നുകിൽ റേസ് ചെയ്യുക, കൂടുതലാണെങ്കിൽ കുറയ്ക്കുക, വളരെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടുക. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹോമോജിനൈസേഷൻ ഡിസ്കസ് ചെയ്തു, ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കുക. ഇതാണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ടെസ്റ്റ് ഫോർ മിൽക്ക് ക്വാളിറ്റി, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി എന്താണ് മിൽക്ക് ക്വാളിറ്റി? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിൽക്കിനെ കുറിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മിൽക്കിനെ കുറിച്ച് ഒരുപാട് പഠിച്ചു. മിൽക്ക് എന്ന് പറഞ്ഞാൽ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതിന്റെ കോമ്പോസിഷനിൽ പ്രോട്ടീൻ, ഫാറ്റ്, അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് വരുന്നത് കൊണ്ട് തന്നെ അത് ഹൈലി ന്യൂട്രീഷ്യസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനുള്ള സ്പോയിലേജ് നടക്കാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. മൈക്രോബിയൽ സ്പോയിലേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിത്തിങ് അഡൾട്രേഷൻ, നമ്മളായിട്ട് ചെയ്യുന്ന അഡൾട്രേഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ടൈപ്പ് കണ്ടാമിനേഷൻ മിൽക്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോ ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ഈ മിൽക്ക് ക്വാളിറ്റി ഫാർമേഴ്സിന്റെ പേയ്മെന്റ് സിസ്റ്റമായിട്ട് റിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഓരോ മിൽക്കും ഡിഫറെന്റ് കൈൻഡ്സ് ആയിരിക്കും. പ്രോട്ടീൻ കൂടുതലുള്ള മിൽക്ക് ഉണ്ടാവാം, ഫാറ്റ് കൂടുതലുള്ള മിൽക്ക് ഉണ്ടാവാം, പല കണ്ടന്റ്സും കൂടുതലും കുറവായിട്ടുള്ള മിൽക്ക് ഉണ്ടായിരിക്കാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വാളിറ്റി ഇവർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവരെ പേയ്മെന്റ് സിസ്റ്റം. കൂടുതൽ ഫാറ്റ് കണ്ടന്റിലേക്ക് കൂടുതൽ പേയ്മെന്റ് പോവും. അങ്ങനെയാണ് ഈ ക്വാളിറ്റിയും പേയ്മെന്റ് സിസ്റ്റവും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിൽക്ക് ക്വാളിറ്റിനെ, അതായത് കോമ്പോസിഷനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജെനറ്റിക്സ്, ഫീഡിങ്, ലാക്ടേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മിൽക്ക് ക്വാളിറ്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പോഴാണ് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് വൈഡ് ആയിട്ടുള്ള നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ, ഹൈ ടെക്നോളജി ഒക്കെ വളർന്നപ്പോ. പക്ഷെ ഒരുപാട് മുന്നേ തന്നെ നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട
നമ്മൾ മിൽക്ക് യൂസ് ചെയ്യുന്നവരാണ്, ഒരുപാട് മുന്നേ തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു ക്വാളിറ്റി പാരാമീറ്റർ എന്ന് പറഞ്ഞാല് ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ് ആയിരുന്നു. നമ്മൾ സെൻസറി വെച്ചിട്ട് സെൻസറി ഇവാലുവേഷൻ നടത്തിയിട്ടായിരുന്നു പണ്ടൊക്കെ നമ്മൾ മിൽക്കിന്റെ ക്വാളിറ്റി അനലൈസ് ചെയ്തത്. ഇപ്പൊ ഒരുപാട് ടെക്നിക്ക് വന്നപ്പോ അതിന് വ്യത്യാസം വന്നു, ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും വന്നു. ദെൻ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ഫോർ മിൽക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റുകളെ പറ്റിയാണ്. ഏകദേശം 17 ടെസ്റ്റ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ലാക്ടോമീറ്റർ ടെസ്റ്റ്, ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ്, ടെമ്പറേച്ചർ, ഡിറ്റർമിനേഷൻ ഓഫ് pH, ക്ലോട്ട് ഓൺ ബോയിലിംഗ്, ആൽക്കഹോൾ ടെസ്റ്റ്, അസിഡിറ്റി ഓഫ് മിൽക്ക്, സെഡിമെന്റ് ടെസ്റ്റ്, 10 മിനിറ്റ് പിസാസുരിൻ ടെസ്റ്റ്, അലിസാരിൻ ആൽക്കഹോൾ ടെസ്റ്റ്, ഡയറക്ട് മൈക്രോസ്കോപ്പിക് കൗണ്ട്, മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് ഓഫ് മിൽക്ക്, കോളിഫോം കൗണ്ട്, എന്യൂമറേഷൻ ഓഫ് അതർ ടൈപ്പ് ഓഫ് ബാക്ടീരിയ, എന്യൂമറേഷൻ ഓഫ് ഈസ്റ്റ് ആൻഡ് മോൾഡ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മുടെ ഡിഗ്രിക്കൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡയറി ടെക്നോളജി എന്ന് പറഞ്ഞ സിലബസിലെ നമ്മളൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ട്, എക്സ്ട്രാ അല്ലാത്തതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ലാക്ടോമീറ്റർ ടെസ്റ്റ് ആണ്. സിമ്പിൾ മെത്തേഡ്, ഏറ്റവും ക്വിക്ക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം ലാക്ടോമീറ്റർ. എല്ലാവരും ലാക്ടോമീറ്റർ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ലാബിലായാലും നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ലാക്ടോമീറ്റർ. ഈ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ മിൽക്കിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാക്ടോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ലാക്ടോമീറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നോർമൽ മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി വരുന്നത് 1.026 to 1.032 gram per ml ആണ്. അതായത് നോർമൽ മിൽക്ക് അതിന്റെ ഈ പറഞ്ഞ ഡെൻസിറ്റിയിൽ നിൽക്കുമ്പോൾ 26 to 32 ആണ് അതിൽ ലാക്ടോമീറ്റർ റീഡിങ് കാണിക്കുന്നത്. ഇഫ് സപ്പോസ് അതിൽ വാട്ടറിന്റെ കണ്ടന്റ്, വാട്ടർ വെച്ചിട്ട് അത് അഡൾട്രേറ്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റീഡിങ് ബിലോ 26 വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. നമുക്ക് വീട്ടിലായിക്കോട്ടെ നമുക്ക് ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ലാക്ടോമീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോ ലാക്ടോമീറ്റർ റീഡിങ് 26 ബിലോ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ വാട്ടറിന്റെ കണ്ടന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അല്ല, എനി കൈൻഡ് ഓഫ് ഫ്ലോർ, പല സാഹചര്യങ്ങളിലും ഫ്ലോർ കണ്ടന്റ് വെച്ച് അഡൾട്രേറ്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ റീഡിങ് 32 എബവ് 32 വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതിൽ ഫ്ലോറിന്റെ കണ്ടന്റ് ഉണ്ടെന്ന്. ഇതാണ് ലാക്ടോമീറ്റർ ടെസ്റ്റ്. അതായത് മെയിൻ ആയിട്ട് വാട്ടറിന്റെ കണ്ടന്റ് മിൽക്കിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലാക്ടോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു പണ്ട് കാലങ്ങളിൽ മിൽക്കിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സെൻസറി മെത്തേഡാണ്. നോർമൽ സെൻസ് വെച്ചിട്ട് നമ്മുടെ മിൽക്കിന്റെ ക്വാളിറ്റിയെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു. ടേസ്റ്റ്, സ്മെല്ല്, സൈറ്റ് ടു റെക്കോർഡ് ദ ക്വാളിറ്റി. ടേസ്റ്റും സ്മെല്ലും സൈറ്റും അതിന്റെ കളർ, ടേസ്റ്റ്, സ്മെല്ലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ക്വാളിറ്റി ഡിറ്റക്ട് ചെയ്യാം. ഇതൊരു ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റിലേക്ക് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുപാട് ടെസ്റ്റിലേക്ക് പോകുന്നത്. സപ്പോസ് നമ്മൾ ഫാർമറിന്റെ കയ്യിൽ നിന്ന് ഒരു മിൽക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ, പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ല് വെച്ചിട്ട്, ഫസ്റ്റ് അതിന്റെ സ്മെല്ല് വെച്ചിട്ട് നമുക്ക് മേ ബി അതിന്റെ ഒരു ഓഫ് ഫ്ലേവറോ അല്ലെങ്കിൽ ഓഫ് സ്മെല്ലോ കാരണം നമുക്ക് അതിനെ റിജക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു മെയിൻ സ്റ്റെപ്പാണ്, പ്രോസസ്സിന്റെ മെയിൻ സ്റ്റെപ്പാണത്. ഇതിനെന്ന് പറഞ്ഞാല് നമുക്ക് എക്യുപ്മെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല, റിക്വയർസ് സ്കിൽ ആൻഡ് പ്രാക്ടീസ്, അത് മാത്രം മതി. ഇതിന് നമുക്ക് ക്വിക്ക് റിസൾട്ടും കിട്ടും, നമുക്ക് പെട്ടെന്ന് പറയാം. ദെൻ ടെമ്പറേച്ചർ, നെക്സ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ നമുക്കറിയാം, മിൽക്ക് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്, ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മിൽക്ക് നമുക്ക് പെട്ടെന്ന് സ്പോയിലേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ മിൽക്ക് സ്റ്റോർ ചെയ്യേണ്ട ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ഡിഗ്രി, ബിലോ 4 ഡിഗ്രി സെൽഷ്യസിൽ, 5 ഡിഗ്രി സെൽഷ്യസ്, ബിലോ 4 to 5 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ ഓൾവേസ് നമുക്ക് പ്രോപ്പർ അല്ലെന്ന് ചെക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് തെർമോമീറ്റർ. അപ്പൊ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് തെർമോമീറ്റർ.
തെർമോമീറ്റർ വെച്ചിട്ട് പ്രോപ്പർ അല്ലേ, ടെമ്പറേച്ചർ പ്രോപ്പർ അല്ലേ നോക്കിയിട്ട് നമുക്ക് ടെമ്പറേച്ചറിന്റെ അളവ് കൂട്ടിയും കുറച്ചും നമുക്ക് നോക്കാവുന്നതാണ്. ദെൻ മെയിൻ ആയിട്ട് വരുമ്പോൾ ഈ ലാക്ടോമീറ്ററിനായാലും ഇവിടെ തെർമോമീറ്ററിനായാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ക്ലീൻ ആൻഡ് തറോലി വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് മിൽക്കിലേക്ക് സ്പോയിലേജസ് വരാൻ ചാൻസസ് ഉണ്ട്. ദെൻ ഫോർത്ത് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് pH. മിൽക്കിന്റെ pH നമുക്കൊക്കെ അറിയാം 6.6 to 6.8 ആണ് റേഞ്ച് വരുന്നത്. അപ്പോ pH നമ്മൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക? ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ് വെച്ചിട്ട് അല്ലെ. നമ്മൾ pH ഏതിനായിക്കോട്ടെ, ഇനി മിൽക്ക് എന്നല്ല, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് മണ്ണിന്റെ സോയിലിന്റെ ഒക്കെ pH ചെക്ക് ചെയ്യുന്നത്, സോപ്പിന്റെ pH, അങ്ങനെ ഒരുപാട് pH നമ്മൾ pH സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് അതിന്റെ കളർ ചേഞ്ച് അനുസരിച്ചാണ് നമ്മൾ pH ഡിറ്റക്ട് ചെയ്യുന്നത്. സെയിം അതുപോലെ തന്നെയാണ് മിൽക്കിലും വരുന്നത്. നമ്മുടെ pH ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ pH ചെക്ക് ചെയ്യും. ഇനി നമ്മൾ ചെക്ക് ചെയ്തിട്ട് റെഡ്യൂസ്ഡ് pH വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അസിഡിറ്റി ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതായത് അസിഡിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം, മൈക്രോബിയൽ ആക്ടിവിറ്റി ആ മിൽക്കിൽ നടക്കുന്നുണ്ട്, അതാണ് കാണിക്കുന്നത്. ഇനി അല്ല pH വാല്യൂ ഹയർ ആയിട്ടാണ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ എനിമലിന്, അതായത് കൗ, നമ്മുടെ കാറ്റിൽസിന് മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എനിമൽസ് എന്തെങ്കിലും മാസ്റ്റൈറ്റിസോ അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ കാര്യങ്ങൾ, അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. അതാണ് ഹയർ pH വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാസ്റ്റൈറ്റിസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാവിര കാറ്റിൽസിന്റെ ബ്രസ്റ്റ് ടിഷ്യൂല് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. ഇത് കാരണം നമുക്ക് അവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മുടെ മിൽക്കിന്റെ ക്വാളിറ്റിയും ബാധിക്കും. അപ്പൊ മാസ്റ്റൈറ്റിസിന്റെ ആ ഒരു കണ്ടീഷനിൽ ഹയർ pH വാല്യൂ കാണിക്കും. അപ്പൊ നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് pH പറഞ്ഞു. അങ്ങനെ നമ്മൾ 4 എണ്ണം കവർ ചെയ്തു. ലാക്ടോമീറ്റർ ടെസ്റ്റ്, ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ്, ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് pH. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ക്ലോട്ടോൺ ബോയിലിംഗ്. ക്ലോട്ടോൺ ബോയിലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ മിൽക്കിലെ ഇൻക്രീസ്ഡ് അസിഡിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ് ക്ലോട്ടോൺ ബോയിലിംഗ്. ഇത് എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഒരു മിൽക്കിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി അത് സ്യൂട്ടബിൾ ആണോ, അതായത് നമ്മൾ ഒരുപാട് പ്രോസസ്സ് നമ്മൾ പഠിച്ചില്ലേ, പാസ്ചറൈസേഷൻ, ഏതായിക്കോട്ടെ പാസ്ചറൈസേഷൻ, അങ്ങനെ ഒരുപാട് ഹീറ്റ് ട്രീറ്റ്മെന്റ്സും അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ മിൽക്കിന് കടന്നു പോകേണ്ടതുണ്ട്. അപ്പോ ഇതിനൊക്കെ സ്യൂട്ടബിൾ ആണോ ആ മിൽക്ക്, ബോയിലിംഗ് ചെയ്യാൻ പറ്റുമോ, പാസ്ചറൈസേഷൻ ചെയ്യാൻ പറ്റുമോ, അതിനൊക്കെ സ്യൂട്ടബിൾ ആണോ എന്ന് അറിയാൻ നമുക്ക് ഇൻക്രീസ്ഡ് അസിഡിറ്റി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് മിൽക്ക്, സം എമൗണ്ട് ഓഫ് മിൽക്ക് എടുത്തിട്ട് അത് നമ്മൾ ഒരു 5 മിനിറ്റ് ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിൽ എനി കൈൻഡ് ഓഫ് അസിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സോർ ഓർ അസിഡിക് പ്രസിപ്പിറ്റേറ്റ് പ്രോട്ടീൻസ്, അതിന്റെ പ്രോട്ടീൻസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ഒരു ക്ലോട്ട് ഫോം ചെയ്യും അവിടെ. ഓക്കെ, അപ്പോ ഹീറ്റ് ചെയ്യണ സമയത്ത് അതിലെ അസിഡിറ്റി പ്രസന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെ പ്രോട്ടീൻസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, ഒരു ക്ലോട്ട് പോലെ ഫോം ചെയ്യും. അതാണ് ക്ലോട്ടോൺ ബോയിലിംഗ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, പ്രസിപ്പിറ്റേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്ലോട്ട്സ് അതിൽ കാണുന്നുണ്ട്, അതായത് പോസിറ്റീവ് ആണ്, ക്ലോട്ട്സ് അതിൽ പ്രസന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അസിഡിറ്റി എബവ് 0.17% ആയിരിക്കും, എബവ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ അറിയാം, മനസ്സിലാക്കാം, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, മിൽക്ക് റിജക്ട് ആക്കും. കാരണം പ്രോസസ്സിംഗിൽ ക്ലോട്ട് ഡെവലപ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ പ്രോസസ്സിങ്ങിന് അത് പറ്റില്ല. അപ്പൊ നമുക്ക് ആ മിൽക്കിനെ റിജക്ട് ചെയ്യാം. നോ കൊയാഗുലേഷൻ, ഒരു കൊയാഗുലേഷനും ഇല്ല, കറക്റ്റ് ആ മിൽക്കിന്റെ ടെക്സ്ചർ അതേപോലെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോട്ടോൺ ബോയിലിംഗ് നെഗറ്റീവ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഗുഡ് ക്വാളിറ്റി മിൽക്കാണ്. അപ്പൊ മിൽക്ക് ആൻഡ് സ്റ്റാൻഡ് ഹീറ്റിംഗ് ഓപ്പറേഷൻസ്, ഇതാണ് ക്ലോട്ടോൺ ബോയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അസിഡിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈട്രബിൾ അസിഡിറ്റി പറയുന്നത് 0.10 to 0.17% ആണ് പറയുന്നത്. അപ്പോ 0.17% മേലെ കയറുകയാണെന്നുണ്ടെങ്കിൽ എബവ്, അസിഡിറ്റി കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് മിൽക്കിനെ റിജക്ട് ചെയ്യാം. ദെൻ പറയുന്നത് ആൽക്കഹോൾ ടെസ്റ്റ് ആണ്. ആൽക്കഹോൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടെസ്റ്റബിലിറ്റി ഓഫ് മിൽക്ക് ടു ഹീറ്റ് പ്രോസസിംഗ്, മിനറൽ ബാലൻസ് ഓഫ് മിൽക്ക്, ഇതും സെയിം അസിഡിറ്റി ക്ലോട്ടോൺ ബോയിലിംഗ് പോലെ തന്നെയാണ്.
കാരണം ഹീറ്റ് പ്രോസസ്സിങ്ങിലോട്ട് സ്റ്റേബിൾ ആണോ, സ്റ്റേബിൾ ചെയ്യാൻ പറ്റുമോ, സ്യൂട്ടബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കഹോൾ ടെസ്റ്റും ചെയ്യുന്നത്. അല്ലെങ്കിൽ മിനറൽ ബാലൻസ് ഓഫ് മിൽക്കിലെ മിനറൽ ബാലൻസ് ഒക്കെ സ്റ്റേബിൾ ആയിട്ടാണോ നിൽക്കുന്നത്. മിനറൽ ബാലൻസ് എന്ന് പറയുമ്പോൾ മിൽക്കിൽ ഒരുപാട് മിനറൽസ് പ്രസന്റ് ആയിട്ടുണ്ട്. കാൽഷ്യം, ഇനോർഗാനിക് ഫോസ്ഫേറ്റ്, മാഗ്നീഷ്യം, അതിന്റെയൊക്കെ അളവ് ബാലൻസ് ചെയ്തിട്ടാണോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് ആൽക്കഹോൾ ടെസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ടു ഡിറ്റക്ട് അബ്നോർമൽ മിൽക്ക്, അതായത് മിൽക്ക് നോർമൽ മിൽക്ക് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം, മാസ്റ്റേഴ്സ് മിൽക്ക് ആണോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കണ്ടന്റ് ഉണ്ടോ, ലേറ്റ് ലാക്ടേഷൻ വന്ന മിൽക്ക് ആണോ, അങ്ങനെ ഒരുപാട് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് ആൽക്കഹോൾ ടെസ്റ്റ് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കറിയാം മിൽക്കിലെ ആസിഡ് എങ്ങനെയാണ് അസിഡിറ്റി ഫോം ചെയ്യുന്നത്. മിൽക്കില് കാർബോഹൈഡ്രേറ്റ് പ്രസന്റ് ആയിട്ടുള്ളത് ഏതാണ്? ലാക്ടോസ് ആണ് അല്ലെ. എല്ലാവർക്കും അറിയാം മിൽക്കിലുള്ള കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ലാക്ടോസ് ആണ്. അപ്പൊ ഈ ലാക്ടോസിനെ ഈ മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസ് ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഈ വഴിയാണ് ഇതിൽ അസിഡിറ്റി ഫോം ചെയ്യാനുള്ള കാരണം. ഇനി ആൽക്കഹോൾ ടെസ്റ്റ് എങ്ങനെയാ ചെയ്യാം? ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് ആൻഡ് 68% ഓഫ് ആൽക്കഹോൾ മിക്സ്ഡ്. അതായത് നമ്മൾ 5 ml ഓഫ് മിൽക്ക് എടുക്കുന്നു പ്ലസ് 5 ml ഓഫ് എഥനോളും വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. ആ ഒരു സമയത്ത് അവിടെ പ്രസൻസ് ഓഫ് ഫ്ലേക്സോ അല്ലെങ്കിൽ ക്ലോട്ട്സോ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ക്ലോട്ട്സ് എങ്ങനെ കാണപ്പെടുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രോട്ടീൻസ് കൊയാഗുലേഷൻ നടക്കുന്നതുകൊണ്ടാണ് അവിടെ ക്ലോട്ട്സ് കാണപ്പെടുന്നത്. അപ്പൊ പോസിറ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ കൊയാഗുലേഷൻ നടന്നിട്ട് അവിടെ പ്രസിപ്പിറ്റേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ഫിറ്റ് ഫോർ ഹീറ്റ് പ്രോസസിങ്. അപ്പൊ നമുക്ക് ആ മിൽക്കിനെ റിജക്ട് ചെയ്യാവുന്നതാണ്. ഇനി നെഗറ്റീവ് ടെസ്റ്റ് ആണ്, അതായത് ഒരു തരത്തിലുള്ള കൊയാഗുലേഷനും കാണുന്നില്ല, ക്ലോട്ട് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ലോ അസിഡിറ്റി. അത് ഗുഡ് ആണ്. ഹീറ്റ് സ്റ്റെബിലിറ്റി നമുക്ക് സ്റ്റേബിൾ ചെയ്യാൻ പറ്റും, ആ മിൽക്ക് ഗുഡ് ആണ് എന്നർത്ഥം. ദെൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിഡിറ്റി ഓഫ് മിൽക്ക്. 7th വൺ, അസിഡിറ്റി ഓഫ് മിൽക്ക്. അസിഡിറ്റി ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു മിൽക്കിലുള്ള ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റും. അതാണ് മിൽക്കിൽ അസിഡിറ്റി ഫോം ചെയ്യാനുള്ള കാരണം. അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ ആണ് അസിഡിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുക എങ്ങനെയാണ്? ടൈട്രബിൾ അസിഡിറ്റി ഓഫ് മിൽക്ക്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്? കീപ്പിംഗ് ക്വാളിറ്റി ആൻഡ് ഹീറ്റ് സ്റ്റെബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ അസിഡിറ്റി ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മിൽക്കിനെ ടെസ്റ്റ് ചെയ്യാണ്. ഒരു NaOH സൊല്യൂഷൻ ആൽക്കലി ആയിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്തിട്ട് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമ്മൾ ടൈട്രേറ്റ് ചെയ്യും. മിൽക്ക് സാമ്പിൾ എടുത്തതിന് ശേഷം അത് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ആൽക്കലൈൻ സൊല്യൂഷൻ എടുക്കും. ഇപ്പൊ നമുക്കറിയാം ലാബിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. NaOH നമ്മൾ പ്യൂരിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ടൈട്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അസിഡിറ്റി കിട്ടുന്നത്. ഏകദേശം നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 0.10 to 0.17% ലാക്റ്റിക് ആസിഡ് ആണ് വരുന്നത്. അപ്പൊ എക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ 0.17 എക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് അസിഡിറ്റി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെഡിമെന്റ് ടെസ്റ്റ് ആണ്. സെഡിമെന്റ് ടെസ്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് വിസിബിൾ ഇൻസോലിബിൾ മാറ്റേഴ്സ് ഇൻ മിൽക്ക്. വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്തതും വിസിബിൾ ആയിട്ട് കാണുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും മിൽക്കിൽ. സ്പോയിലേജ് കോസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സെഡിമെന്റ് ടെസ്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് വിസിബിൾ ഇൻസോലിബിൾ മാറ്റർ, ഇൻസോലിബിൾ ആയിട്ടുള്ള വിസിബിൾ പാർട്ടിക്കിൾസിനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് സെഡിമെന്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് എത്രത്തോളം ആ മിൽക്ക് ക്ലീൻ ആണ് എന്ന് മെഷർ ചെയ്യാൻ നമുക്ക് ഇതിലൂടെ പറ്റും. അപ്പൊ ഇവിടെ ചെയ്യുന്ന എന്താ വെച്ചാല് നമ്മൾ ഒരു മെഷേർഡ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എടുത്തിട്ട് നമ്മൾ ഒരു ഫിൽട്ടർ ഡിസ്കിലൂടെ കടത്തിവിടുന്നു. അപ്പോ എനി കൈൻഡ് ഓഫ് സെഡിമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫിൽട്ടറിൽ ലെഫ്റ്റ് ആയിരിക്കും, ആ ഫിൽട്ടറിൽ കാണും നമുക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത്
നല്ല മിൽക്കാണോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള മിൽക്കാണോ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പ്രസൻസ് ഓഫ് സെഡിമെന്റ്, അതായത് സെഡിമെന്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാൽ പ്രാക്ടീസ് അവിടെ ഉണ്ടായിരിക്കും. കെയർലെസ് ഓർ ഇൻസാനിറ്ററി ഡയറി ഫാം, അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫിൽട്ടർ കാർഡ്സ് അല്ലെങ്കിൽ ജർബർ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് 10-minute റിസാസുരിൻ ടെസ്റ്റ്. എന്താണ് 10-minute റിസാസുരിൻ ടെസ്റ്റ്? ഇത് നമ്മള് ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി ഓഫ് മിൽക്കിന്റെ ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസാസുരിൻ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏകദേശം 10 ml മിൽക്ക് നമ്മുടെ സ്റ്റെറൈൽ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുക്കുന്നു. ദെൻ അതിലോട്ട് 1 ml ഓഫ് റിസാസുരിൻ സൊല്യൂഷൻ ആഡ് ചെയ്യും. ദെൻ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ 37 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ബാത്തിൽ പ്ലേസ് ചെയ്യും ഒരു 10 മിനിറ്റ്. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിനെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതിന്റെ കളർ റെക്കോർഡ് ചെയ്യും. ഞാൻ സൈഡിൽ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു കമ്പാരേറ്റർ പോലെ കളേഴ്സിന്റെ കളർ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ചാർട്ട് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യും. ഞാൻ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. കളർ ഡിസ്കിന്റെ നമ്പർ അനുസരിച്ചിട്ട് കളർ ചേഞ്ച് വരുമ്പോൾ മിൽക്കിന്റെ ഗ്രേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. 6 ആണെങ്കിൽ ബ്ലൂ കളർ വരുമ്പോൾ 6 ദാറ്റ് എക്സലന്റ് ആയിരിക്കും. 5 ആണെങ്കിൽ ലൈറ്റ് ബ്ലൂ വെരി ഗുഡ് മിൽക്കാണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 4 ആണെങ്കിൽ പേർപ്പിൾ കളർ ഗുഡ് ആണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 3 ആണെങ്കിൽ പേർപ്പിൾ പിങ്ക് ആയിരിക്കും, ഫെയർ ആണ്. 2 ആണെങ്കിൽ ലൈറ്റ് പിങ്ക് പുവർ മിൽക്കാണ്. 1 ആണെങ്കിൽ പിങ്ക് ബാഡ് ആണ്. 0 വൈറ്റ് വെരി ബാഡ്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ പറഞ്ഞത് നമ്മൾ 10 ml മിൽക്കിനെ നമ്മൾ സ്റ്റെറൽ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. ദെൻ 1 ml റിസാസുരിൻ ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്ടർ ബാത്തിൽ വെച്ചിട്ട് 37 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യാണ്. ദെൻ 10 മിനിറ്റ് ആണ് ടൈം വെക്കേണ്ടത്. ദെൻ അതിനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കളർ റെക്കോർഡ് ചെയ്യുന്നു. ഇവിടെ റിസാസുരിൻ എന്ന് പറയുമ്പോൾ അതൊരു ഓക്സിഡേഷൻ റിഡക്ഷൻ ഇൻഡിക്കേറ്റർ ആണ്. ബ്ലൂ കളർ വരുമ്പോൾ അത് ഓക്സിഡൈസ്ഡ് സ്റ്റേജിലാണ്, റിസാസുരിൻ എന്ന് പറയും. ദെൻ പിങ്ക് ആണെങ്കിൽ ഫസ്റ്റ് ഇറിവേഴ്സിബിൾ ഫേസ് ആണ്, റിസോറുഫിൻ. ദെൻ കളർലെസ് ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ റിവേഴ്സിബിൾ സ്റ്റേറ്റ് ആണ്, ഡൈഹൈഡ്രോ റിസോറുഫിൻ. നമ്മൾ ആ കളർ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് 10-minute റിസാസുരിൻ ടെസ്റ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് അലിസാരിൻ ആൽക്കഹോൾ ടെസ്റ്റ്. ഇത് സെയിം പ്രിൻസിപ്പിൾ ഓഫ് ആൽക്കഹോൾ ടെസ്റ്റിന്റെ തന്നെ സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെയും വരുന്നത്. ഇതില് ഡെവലപ്ഡ് അസിഡിറ്റി ഓർ സ്വീറ്റ് കേർഡ്ലിംഗ് ആസ് എ റിസൾട്ട് ഓഫ് ബാക്ടീരിയൽ ഗ്രോത്ത്. ബാക്ടീരിയൽ ഗ്രോത്ത് കൊണ്ടുണ്ടാവുന്ന അസിഡിറ്റി അല്ലെങ്കിൽ സ്വീറ്റ് കേർഡ്ലിംഗ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലിസാരിൻ ആൽക്കഹോൾ ടെസ്റ്റ് നടത്തുന്നത്. സ്വീറ്റ് കേർഡ്ലിംഗ് അറിയണ്ടായിരിക്കും. നമ്മള് മിൽക്കിനെ ഹീറ്റ് ചെയ്യും, മിൽക്കിനെ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്റ്റിനൊക്കെ ഹൈലി ഹീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്വീറ്റ് കേർഡ്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതില് നമുക്ക് അറിയാം ബാക്ടീരിയൽ ഗ്രോത്ത് കൊണ്ടാണ് ഈ അസിഡിറ്റി ആയാലും സ്വീറ്റ് കേർഡ്ലിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അവിടെ സാൾട്ട് ബാലൻസിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അഡീഷൻ ഓഫ് അലിസാരിൻ അലോങ് വിത്ത് ആൽക്കഹോൾ, അതായത് ഏകദേശം ഒരു 0.2% എഥനോൾ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. 5 ml ഓഫ് മിൽക്ക് മിക്സ്ഡ് വിത്ത് അലിസാരിൻ ആൽക്കഹോൾ സൊല്യൂഷൻ. മിൽക്ക് എടുക്കുക, ഒരു 5 ml നോൺ മിൽക്ക് എടുത്തിട്ട് അതിലേക്ക് അലിസാരിൻ ആൽക്കഹോൾ സൊല്യൂഷൻ ആഡ് ചെയ്യാം. ദെൻ അതിന്റെ കളർ ചെക്ക് ചെയ്യുക, കളർ ഓഫ് ദ മിക്സ്ചർ. അതില് എന്തെങ്കിലും ടൈപ്പ് ഫ്ലേക്സോ ക്ലോട്ട്സോ അല്ലെങ്കിൽ സൈസ്, ഫ്ലേക്സിന്റെ സൈസ് ഒക്കെ നോക്കിയിട്ടാണ്. ഞാൻ അവിടെ ഒരു ചാർട്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് നോക്കാം. അതിന്റെ കളർ ആയിക്കോട്ടെ ഫ്ലേക്സ് ആയിക്കോട്ടെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഗുഡ് ആണോ ബാഡ് ആണോ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലേക്സ് ഓർ ക്ലോട്ട്സ് വരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പുവർ ക്വാളിറ്റി ഓഫ് മിൽക്ക് ആയിരിക്കും. അപ്പൊ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ pH ആണ് പാരാമീറ്റർ എങ്കിൽ നോർമൽ മിൽക്കിന്റെ pH നമുക്കറിയാം 6.6 to 6.7 ആണ്. അത് അസിഡിക് സ്റ്റേജിൽ വരുമ്പോൾ ഒരു 6.4 to 6.6 വരും. ഇനി ആസിഡ് ആണെങ്കിൽ 6.3 to ലോവർ ആയിരിക്കും.
അങ്ങനെ നമുക്ക് ഓരോന്നും മെഷർ ചെയ്യാം. കളർ ആവുമ്പോൾ റെഡ് ബ്രൗണ്, യെല്ലോയിഷ് ബ്രൗണ്, അങ്ങനെ ഒരുപാട് കളറിൽ ഉണ്ടാവാം. പിന്നെ അപ്പിയറൻസ് ഓഫ് മിൽക്ക്, കൊയാഗുലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കൊയാഗുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതിനെ ടോട്ടൽ സെൽ കൗണ്ട് അങ്ങനെയും പറയാം. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് ആണ്. നമ്പർ ഓഫ് ബാക്ടീരിയ പ്രസന്റ് ഇൻ മിൽക്ക്, മിൽക്കിൽ എത്രത്തോളം ബാക്ടീരിയ പ്രസന്റ് ആയിട്ട് അതിന്റെ നമ്പർ നമുക്ക് കിട്ടും. നമ്പർ ഓഫ് ബാക്ടീരിയ എത്രത്തോളം ഉണ്ട് എന്ന് ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് ഇതിൽ ഡിറ്റർമൈൻ ചെയ്യാം. ഇവിടെ ഞാനൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും കാണുന്നുണ്ടായിരിക്കും. ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കൗണ്ടിങ് ചേംബർ ഉണ്ട്, കാണാറുണ്ടല്ലോ എല്ലാവർക്കും. ഒരു യെല്ലോയിഷ് കളറിൽ ഫസ്റ്റ് ഒരു കൗണ്ടിങ് ചേംബർ ഉണ്ട്. അതില് റൂൾഡ് സ്ലൈഡ് ആൻഡ് ഒരു കവർ സ്ലിപ്പ് ഉണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കാണിച്ചിട്ടുണ്ട് കവർ സ്ലിപ്പ്. ദെൻ അതിന്റെ അടിയിൽ ഒരു ചേംബർ, ഒരു സ്ലൈഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ചേംബർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോൺ വോളിയത്തിലാണ്. നമുക്ക് അറിയാം അതിന്റെ വോളിയം എന്താണ്. ഇതിലെ നമ്പർ ഓഫ് ബാക്ടീരിയ സ്മോൾ വോളിയത്തിലാണ് കാണപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കത് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്കത് മെഷർ ചെയ്യാം. പക്ഷെ ലാർജർ വോളിയത്തിലാണ് കാണുന്നുണ്ടെങ്കിൽ എക്സ്ട്രാപോളേഷൻ വഴി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ ഞാൻ അതിലത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ 0.01 മിൽക്ക് ml മിൽക്ക് നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ ഒരു ഗ്ലാസ് സ്ലൈഡിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ, ഏകദേശം ഒരു 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. ഇത് നമ്മൾ ന്യൂമാൻ സ്റ്റെയിൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ആണ് ന്യൂമാൻ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നു. ഈ ന്യൂമാൻ സ്റ്റെയിനിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണ് ടെട്രാക്ലോറോ ഈഥെയ്ൻ അല്ലെങ്കിൽ ഈഥെയ്ൽ ആൽക്കഹോൾ. ഈ ടെട്രാക്ലോറോ ഈഥെയ്ൻ നമ്മളെ മിൽക്ക് ഫാറ്റിനെ ഡിസോൾവ് ചെയ്യിക്കും. ദെൻ ഈഥെയ്ൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആ സ്മിയറിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെഥിലിൻ ബ്ലൂ ആഡ് ചെയ്യുന്നത് ഇതിന്റെ സെല്ലിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് ബാക്ടീരിയ നമുക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് മൈക്രോസ്കോപ്പിക് ഫീൽഡ് ഇൻ 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ. ഓരോ മൈക്രോസ്കോപ്പിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അത് പറയുന്നത് ഏരിയ ഓഫ് സ്മിയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് മൈക്രോസ്കോപ്പിക് ഫീൽഡ് ഇൻറ്റു വോളിയം ഓഫ് മിൽക്ക്. ഏകദേശം ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് ഒരു ടേബിൾ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ്. നമ്മൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ട് ഇപ്പൊ പറഞ്ഞു. അപ്പോ അതിന്റെ ഒരു ഗ്രേഡിംഗ് എങ്ങനെയാണ്, ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് വരുന്നത് എന്നാണ്. ലെസ് ദാൻ 5 lakh ആണ് വരുന്നതെങ്കിൽ ഗുഡ് ആണ്. ദെൻ ഈ കൗണ്ട് ആണ്, മൈക്രോബ്സിന്റെ കൗണ്ട് ആണ് ഇവിടെ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അത് ഗുഡ് ആണോ, നമുക്ക് ക്വാളിറ്റി മിൽക്കിന്റെ ക്വാളിറ്റി ആണ് ഗുഡ്, ഫെയർ, പുവർ, വെരി പുവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഡിറ്റക്ഷൻ ഓഫ് സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ, ഏതൊക്കെ സോഴ്സ് എങ്ങനെയൊക്കെ വരാം അതാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്, മെനി കോക്കൈ ആൻഡ് റോഡ്സ് ഇൻ ക്ലംസ് ആൻഡ് പാച്ചസിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിൾ കോസ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർലി ക്ലീൻഡ് മിൽക്ക് യൂട്ടൻസിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് യൂട്ടൻസിൽസ്, അതായത് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുവഴി പല മൈക്രോ ഓർഗാനിസംസും കാണപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇനി അല്ല, എക്സസീവ് നമ്പർ ഓഫ് റോഡ് ഷേപ്പ് ബാക്ടീരിയ ആൻഡ് സ്പോർസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കാം, എക്സ്പോഷർ ഓഫ് മിൽക്ക് ടു ഡസ്റ്റ് ആൻഡ് ഡേർട്ട്, ഡസ്റ്റോ ഡേർട്ടോ അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഇനി ലാർജ് നമ്പർ ഓഫ് കോക്കൈൻ പെയേഴ്സ് ആൻഡ് ഷോർട്ട് ചെയിൻസ്, അത് ഇംപ്രോപ്പർ കൂളിംഗ്, മിൽക്കിനെ ഇംപ്രോപ്പർ ആയിട്ടാണ് പ്രോപ്പർ ടൈമിങ്ങിൽ അല്ലെങ്കിൽ കൂളിയില്ല എന്നുണ്ടെങ്കിൽ വരാവുന്നതാണ്. ലാർജർ നമ്പർ ഓഫ് ലൂക്കോസൈറ്റ് സെല്ല് അല്ലെങ്കിൽ ലോങ് ചെയിൻസ് ഓഫ് കോക്കൈൻ, ഇത് മാസ്റ്റൈറ്റിസ് ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതാണ്. ഇതാണ് ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ടിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്
മെഥിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. ഇത് നമുക്കറിയാം MPRT അല്ലെ, നമുക്ക് MPRT എന്ന് വേണമെങ്കിൽ പറയാം, MPRT ടെസ്റ്റ്. ഇതൊരു ക്യൂക്ക് മെത്തേഡ് ആണ്. എന്താണ്, എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് മൈക്രോബിയൽ ലോഡ് ഓഫ് മിൽക്ക്. സെയിം മൈക്രോബിയൽ ഇൻഫെക്ഷൻ കാരണം മിൽക്കിന്റെ ക്വാളിറ്റി ചേഞ്ച് വരുന്നുണ്ട്. മൈക്രോബിയൽ ലോഡ് എത്ര അധികം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതില് കളർ ഇമ്പാർട്ടഡ് ടു ദ മിൽക്ക് ബൈ അഡീഷൻ ഓഫ് മെഥിലിൻ ബ്ലൂ. നമ്മള് മിൽക്കിലോട്ട് മെഥിലിൻ ബ്ലൂ ആഡ് ചെയ്യാണ്. ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യിക്കാൻ വെക്കുന്നു. ഹീറ്റ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലെ ഒരു 37 ഡിഗ്രി സെൽഷ്യസിന് ഇതൊരു 30 മിനിറ്റ് ഇതിനൊന്ന് ഹീറ്റ് ചെയ്യുന്നു. ദെൻ ഇതിന്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ടൈം ടേക്കൺ ഫോർ റിഡക്ഷൻ. നമ്മള് മിൽക്കിലോട്ട് മെഥിലിൻ ബ്ലൂ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു ബ്ലൂ കളർ, ആ ഒരു നമ്മൾ ആ ഡയഗ്രത്തിൽ കാണാം ബ്ലൂ കളറാണ്. അപ്പോ ഈ ആ ഒരു കളറ് റിഡക്ഷൻ ചെയ്യാൻ ഉള്ള സമയം അത് വെച്ചിട്ട് നമ്മൾ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ നമുക്ക് കണ്ടുപിടിക്കാം, ടൈം എത്രത്തോളം എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാല് ആ മെഥിലിൻ ബ്ലൂ ഡിസപ്പിയർ ചെയ്യും. അത് എത്ര ടൈം എടുത്തിട്ടാണ്, ഞാനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 5 hours ആൻഡ് എബവ് ആണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് ആണ്. കാരണം അത്രയും സമയം എടുക്കുന്നുണ്ട് ആ ഒരു കളർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ വെരി ഗുഡ് ആയിരിക്കും. ദെൻ 3 to 4 hours ആണെന്നുണ്ടെങ്കിൽ ഗുഡ് ആണ്. 1 to 2 ആവുമ്പോൾ ഫെയർ ആയിരിക്കും. 0.5ലും ലോ ആണെന്നുണ്ടെങ്കിൽ വെരി പുവർ ആയിരിക്കും. അങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാല് ദ റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം മിൽക്ക് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ഡ്യൂറിങ് ബാക്ടീരിയൽ മെറ്റബോളിസം കോസ് കളർ ടു ഡിസപ്പിയർ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. മിൽക്കിലുള്ള ഓക്സിജനെ റിമൂവ് ആക്കിയിട്ട് അവിടെ ഫോർമേഷൻ ഓഫ് റെഡ്യൂസിങ് സബ്സ്റ്റൻസ് എങ്ങനെ ഉണ്ടാവുക, അവിടെ മിൽക്കില് മിൽക്കിലുള്ള മൈക്രോബിയൽ റോഡ് കണ്ടുപിടിക്കാനാണല്ലോ. അപ്പൊ മിൽക്കിലുള്ള മൈക്രോ ഓർഗാനിസംസ് മെറ്റബോളിസം നടന്നിട്ടുണ്ടാവുന്ന റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതുവഴിയാണ് കളർ ഡിസപ്പിയർ ആവുന്നത്. ഇതാണ് മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. ആ മെഥിലിൻ ബ്ലൂവിന്റെ കളർ ബ്ലൂ എന്ന് പറഞ്ഞ മെഥിലിൻ ബ്ലൂ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ ബ്ലൂ കളർ ആയിരിക്കും, റെഡ്യൂസ്ഡ് സ്റ്റേറ്റിൽ കളർലെസ് ആയിരിക്കും. അതാണ് ആ ഒരു ചേഞ്ച്, ടൈം ടേക്കൺ ഫോർ ദാറ്റ് റിഡക്ഷൻ ചേഞ്ച്. അത് വെച്ചിട്ടാണ് മിൽക്കിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞാൽ എൻസൈം ആണ്. ഇത് നമ്മുടെ മിൽക്കിൽ നാച്ചുറലി പ്രസന്റ് ആയിരിക്കും. പക്ഷെ ഇത് ടെമ്പറേച്ചർ നമ്മൾ മിൽക്കിൽ പ്രോസസ്സിംഗിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിസ്ട്രോയ് ആവും. അതായത് നമുക്ക് നമ്മുടെ പ്രോപ്പർ ആയിട്ട് ഹീറ്റിംഗ് ആണോ ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് ആൽക്കലൈൻ ഫോസ്ഫറ്റേസിനെ എടുക്കാം. അതായത് പാസ്ചറൈസേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ടാണോ നടത്തിയിട്ടുള്ളത് എന്ന് അറിയാൻ ആൽക്കലൈൻ ഫോസ്ഫേറ്റിന്റെ കണ്ടന്റ് അതിലുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. കണ്ടന്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പാസ്ചറൈസേഷൻ പ്രോപ്പർ ആയിട്ടല്ല നടത്തിയിട്ടുള്ളത്. ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാല് ഫോസ്ഫറ്റേസ് കൺവേർട്ട് ദ സബ്സ്ട്രേറ്റ് പി നൈട്രോഫിനൈൽ ഫോസ്ഫേറ്റ് ടു പി നൈട്രോഫിനോൾ. ഫോസ്ഫറ്റേസ് എന്താ ചെയ്യാ, പി നൈട്രോഫിനൈൽ ഫോസ്ഫേറ്റ് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് പി നൈട്രോഫിനോൾ ആക്കി മാറ്റുന്നു. ഈ പി നൈട്രോഫിനോള് ആൽക്കലൈൻ സൊല്യൂഷനിൽ യെല്ലോ കളർ ആയിരിക്കും. ഇനി ഏകദേശം നമ്മൾ 10 ml ബഫർ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ 2 ml മിൽക്കുമായിട്ട് മിക്സ് ചെയ്യും. ദെൻ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇതിന്റെ കൺട്രോൾ സെറ്റ് ചെയ്യുന്നത് ബോയിൽഡ് മിൽക്കുമായിട്ടാണ്. ദെൻ അതിന്റെ കളർ നമ്മൾ ചെക്ക് ചെയ്യും. കളർ ഓഫ് ദ ടെസ്റ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദ ബോയിൽഡ് മിൽക്ക് കൺട്രോൾ. എക്സസ് യെല്ലോ കളർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്രോപ്പർ പാസ്ചറൈസേഷൻ ആണ്. അതായത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസിന്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇതാണ് അവിടെ നടക്കുന്നത്.
സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് മിൽക്കിൽ നാച്ചുറലി ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. അത് നമുക്ക് ഹീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് ഡിസ്ട്രോയ് ആയി പോകുന്നു. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഹീറ്റിംഗ്, അതായത് മെയിൻ ആയിട്ട് ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ പാസ്ചറൈസേഷൻ ആണല്ലോ നടക്കുന്നത്. പാസ്ചറൈസേഷൻ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത് എന്ന് അറിയാൻ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന്റെ പ്രസൻസ് നോക്കിയാൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്. ഇതൊക്കെ മൈക്രോബയോളജിക്കൽ ടെസ്റ്റിൽ വരുന്നതാണ്. സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്, അതായത് SPC, അല്ലെങ്കിൽ ഇതിനെ ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് TPC, എയറോബിക് പ്ലേറ്റ് കൗണ്ട് APC, ടോട്ടൽ വയബിൾ കൗണ്ട് ഇങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് എന്തിനാന്ന് വെച്ചാൽ മെഷേഴ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് എയറോബിക് ബാക്ടീരിയ പ്രസന്റ് ഇൻ മിൽക്ക്. മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള എയറോബിക് ബാക്ടീരിയയുടെ ടോട്ടൽ നമ്പർ കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ സാറ്റിസ്ഫാക്ടറി ക്വാളിറ്റി എന്ന് പറയുന്നത് ലോവർ ദാൻ 30,000 CFU per ml, അതായത് 30,000 കോളനി ഫോമിംഗ് യൂണിറ്റ്സ് പെർ ml. അതാണ് ഇതിന്റെ സാറ്റിസ്ഫാക്ടറി ക്വാളിറ്റി എന്ന് പറയുന്നത് മിൽക്കിന്റെ. ഇനി മിൽക്ക് സാമ്പിൾ നമ്മൾ തറലി മിക്സ് ചെയ്തതിന് ശേഷം ഡയലൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ നമ്മൾ മീഡിയയിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്യും. അഗർ മീഡിയ, നമുക്ക് ഒരുപാട് മീഡിയാസ് നമുക്കറിയാം. ഇതിനെ ഇനോക്കുലേറ്റ് ചെയ്യും അഗർ മീഡിയയിൽ. നമ്മൾ അഗർ മീഡിയയിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഇതിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്യും. ദെൻ ഇതിനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു 37 ഡിഗ്രി സെൽഷ്യസിൽ 48 അവേഴ്സ് നമ്മൾ ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്യും. ദെൻ അതില് കോളനീസ്, ആ ഒരു ടൈം വെച്ചിട്ട് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ആ കോളനീസിനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നു. അതാണ് കോളനി ഫോമിംഗ് യൂണിറ്റ് പെർ ml ഓഫ് മിൽക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട്, അതായത് ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഞാനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനാണെങ്കിൽ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ്. ഓരോ ടെസ്റ്റിനും ഉണ്ട് അഡ്വാൻറ്റേജസ്. അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിൽ ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ ഡിസഡ്വാൻറ്റേജസ് കൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ നിലവിലുള്ള ടെക്നോളജീസ് ആയിക്കോട്ടെ, അതിനും പലതരം ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അതിനും കടന്നുകൊണ്ട് ടെക്നോളജി വളരുമ്പോൾ മാറി മാറി വരും. ദെൻ ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്യൂമറേഷൻ ഓഫ് വയബിൾ മൈക്രോബ്സ്. വയബിൾ ആയിട്ടുള്ള മൈക്രോബ്സിനെ മാത്രമേ ഇതിൽ കൗണ്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ കോളനീസ്, അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ വയബിൾ മൈക്രോബ്സിനെ ഒക്കെ നമുക്ക് ഇതിൽ എന്യൂമറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കോളനീസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. Then suitable for samples with a long bacterial number such as pasteurized milk. Then disadvantages, only rough estimate of microbial content കിട്ടുന്നുള്ളൂ. ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ എല്ലാ ടൈപ്പ് ബാക്ടീരിയയും ഗ്രോ ചെയ്യുന്നില്ല ആണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഈ മൈക്രോബയോളജിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഗ്രേഡിംഗ് ഓഫ് റോ മിൽക്ക്. ഇതാണ് സ്റ്റാൻഡേർഡ് വരുന്നത്. നോക്കിയാൽ മനസ്സിലാവും. മിൽക്കിന്റെ ഗ്രേഡ് ആണ് പറയുന്നത് വെരി ഗുഡ്, ഗുഡ്, ഫെയർ, പുവർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ട് എക്സീഡിങ് 2 lakh, 20 lakh വരുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കോളിഫോം കൗണ്ട്. കോളിഫോം കൗണ്ടില് ഇവിടെ ഇൻഡിക്കേഷൻ ഓഫ് പുവർ പ്ലാന്റ് ഹൈജീൻ, അതായത് കോളിഫോം കൗണ്ട് നമ്മൾ എന്തിനാ നോക്കണമെന്ന് വെച്ചാല് മെയിൻ ആയിട്ട് ഹൈജീൻ. നമുക്കറിയാം നമ്മളെ മിൽക്കിന്റെ യൂട്ടൻസിൽസും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മിൽക്ക് പ്രോസസ്സിംഗ് ഏരിയയും ആൾവേസ് ക്ലീൻ ആയിരിക്കണം, ഹൈജീനിക് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരുപാട് ബാക്ടീരിയാസ് അതുവഴിയും എത്തും. അപ്പോ കോളിഫോംസ് ഇൻ മിൽക്ക്, ഇൻഡിക്കേഷൻ ഓഫ് പുവർ പ്ലാന്റ് ഹൈജീൻ അല്ലെങ്കിൽ അൺസാനിറ്ററി കണ്ടീഷൻസ്, പ്രാക്ടീസസ്, ഇതൊക്കെ കാരണം നമുക്ക് കോളിഫോംസ് ഉണ്ടാവാം. അക്സെപ്റ്റബിൾ കോളിഫോം കൗണ്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ 100 സെൽ പെർ ml ആണ്. ഇനി ഈ കോളിഫോം കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. കോളിഫോമിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോട്ടോകോൾസ് വരുന്നുണ്ട്. അതാണ് അടിയിൽ പറഞ്ഞിട്ടുള്ളത്. പ്രിസംപ്റ്റീവ് ടെസ്റ്റ്, കൺഫർമേറ്ററി ടെസ്റ്റ്, കംപ്ലീറ്റഡ് ടെസ്റ്റ്, ടെസ്റ്റ് ഫോർ ഫീക്കൽ കോളിഫോംസ്, മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഫോർ ഇനമറേഷൻ ഓഫ് കൗണ്ട്സ്, ഡിഫറൻഷിയേഷൻ ഓഫ് എസ്ചെറിഷ്യ കോളി ആൻഡ് എൻട്രോബാക്ടർ എയറോജീൻസ്.
നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്രിസംപ്റ്റീവ് ടെസ്റ്റ്. ഓരോന്നും ജസ്റ്റ് പറയാം അറിഞ്ഞിരിക്കാനും. ഇതില് സാമ്പിൾ ഓഫ് മിൽക്ക് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് മാങ്കോക്കീസ് ബ്രോത്ത് അല്ലെങ്കിൽ ബൈൽ സോൾട്ട് ലാക്ടോസ് പെപ്റ്റോൺ ബ്രോത്തിലോട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നു മിൽക്കിനെ. ദെൻ അതിനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു 37°C 24 to 48 hours നമ്മൾ അതിനെ ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം അതില് ആസിഡും ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിഡൻസ് ഓഫ് കോളിഫോംസ് ഇൻ മിൽക്ക്, കോളിഫോംസ് പ്രസന്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതാണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ്. ദെൻ കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ടെസ്റ്റ് ട്യൂബിൽ പോസിറ്റീവ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ് ട്യൂബ്സ് നമ്മളെ കയ്യിലുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക കൺഫർമേറ്ററി ടെസ്റ്റിലോട്ട്. ഇനി ആസിഡും ഗ്യാസും ഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ഗുഡാണ് മിൽക്ക്, അതിൽ പ്രസന്റ് ആയിട്ടില്ല, കോളിഫോം പ്രസന്റ് അല്ല. ദെൻ പോസിറ്റീവ് പ്രിസംപ്റ്റീവ് ആവുമ്പോൾ നമുക്ക് അതിനെ സെലക്ട് ചെയ്യാം. എന്തിന്? കൺഫർമേറ്ററി ടെസ്റ്റിലോട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ സാമ്പിൾ ഫ്രം പ്രിസംപ്റ്റീവ് ട്യൂബ് ഇനോക്കുലേറ്റഡ് ഓൺ EMP ഓർ എൻഡോ അഗർ പ്ലേറ്റ്സ്. നമുക്ക് പ്രിസംപ്റ്റീവ് ടെസ്റ്റിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആ ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുത്തിട്ട് ഇനോക്കുലേറ്റ് ചെയ്യുന്നു ഓൺ EMP, അതായത് ഇയോസിൻ മെഥിലീൻ ബ്ലൂ ഓർ എൻഡോ അഗർ പ്ലേറ്റ്സിൽ നമ്മൾ ഒരു മീഡിയം ആണ്. ദെൻ അത് ഇൻക്യുബേറ്റ് ചെയ്യുക 37°C ഫോർ 24 to 48 hours നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. കോളിഫോംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ട്? പിങ്ക് കോളനീസ് വിത്ത് ഓർ വിത്തൗട്ട് ഡാർക്ക് സെന്റർ ഓർ ഗ്രീൻ മെറ്റാലിക് ഷീൻ അങ്ങനെ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോളിഫോംസ് ഉണ്ട്. ഇനി അല്ല, ഈ പോസിറ്റീവ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ് ട്യൂബ്സിനെ നമ്മൾ BGLB ബ്രോത്ത് ട്യൂബിൽ, അതായത് ബ്രില്യൻ ഗ്രീൻ ബൈൽ ലാക്ടോസ് ബ്രോത്ത് BGLB ബ്രോത്ത് ട്യൂബില് ഇനോക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ 37°C ഫോർ 48 hours നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അവിടെയും ഗ്യാസും ആസിഡും ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോളിഫോം ഫോം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്, റിസൾട്ട് കാണാൻ. അതാണ് കൺഫർമേറ്ററി ടെസ്റ്റിൽ വരുന്നത്. ഇതൊക്കെ കോളിഫോം ടെസ്റ്റിൽ വരുന്നതാണ്. ദെൻ കംപ്ലീറ്റഡ് ടെസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് കൺഫർമേറ്ററി ടെസ്റ്റിൽ കിട്ടിയ ട്യൂബ്സ് ഉണ്ടല്ലോ, ടെസ്റ്റ് ട്യൂബ്സ്, അത് നമ്മൾ ഇനോക്കുലേറ്റഡ് ഇൻറ്റു മാക്കോങ്കീസ് ബ്രോത്ത് ട്യൂബ്സ് ആൻഡ് ന്യൂട്രിയൻ അഗർ സ്ലാൻസിലേക്ക് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യും. ദെൻ ആസ് യൂഷ്വൽ ഇൻക്യുബേറ്റഡ് അറ്റ് 37°C ഫോർ 24 to 48 hours നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ദെൻ അതിലും ആസിഡ് ആൻഡ് ഗ്യാസ് പ്രൊഡക്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കംപ്ലീറ്റഡ് ടെസ്റ്റ് ആയിരിക്കും. ഗ്രാം നെഗറ്റീവ് ഫോമിംഗ് ഓൾസോ പോസിറ്റീവ് കംപ്ലീറ്റഡ് ടെസ്റ്റ്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അത് പോസിറ്റീവ് കംപ്ലീറ്റഡ് ടെസ്റ്റ് ആണ്. ദെൻ ടെസ്റ്റ് ഫോർ ഫീക്കൽ കോളിഫോംസ്. ഇവിടെ ഇനോക്കുലം ഫ്രം പോസിറ്റീവ് പ്രിസംപ്റ്റീവ് ട്യൂബ്, നമുക്ക് നേരത്തെ കിട്ടിയ ആ ട്യൂബ് നമ്മൾ എന്തിൽ ഇനോക്കുലേറ്റ് ചെയ്യും? BGLB ഓർ മാക്കോങ്കീസ് ബ്രോത്ത് ട്യൂബിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ 44.5°C ഫോർ 24 hours നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അവിടെ ഗ്യാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആസിഡ് പ്രൊഡക്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫീക്കൽ കോളിഫോംസ് പ്രസന്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ദെൻ അതിൽ വരുന്ന അടുത്തത് മോസ്റ്റ് പ്രോബബിൾ നമ്പർ, അതായത് MPN. ഇവിടെ എത്ര പോസിറ്റീവ് പ്രിസംപ്റ്റീവ് ട്യൂബ്സ് ഉണ്ട് നമ്മൾ കൗണ്ട് ചെയ്യും. കാരണം ആ പോസിറ്റീവ് പ്രിസംപ്റ്റീവ് ട്യൂബ്സിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? കൺഫേം ആണ്, കോളിഫോം കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ കൗണ്ട് ചെയ്യാം. അതാണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ. Give MPN ഓഫ് ബാക്ടീരിയ ഇൻ മിൽക്ക്. ഒരു MPN ടേബിൾ ഉണ്ട്, മോസ്റ്റ് പ്രോബബിൾ നമ്പർ അത് കാണിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്, അത് വെച്ചാണ് നമ്മൾ ഇത് നോക്കുക. ദെൻ ഡിഫറൻഷിയേഷൻ ഓഫ് ഈക്കോളി ആൻഡ് എൻട്രോബാക്ടർ എയറോജീൻസ്. മിൽക്കിൽ രണ്ട് തരത്തിലാണ് കോളിഫോംസ് നടക്കുന്നത്. ഈക്കോളി, അതായത് എസ്റ്ററീഷ്യ കോളൈ ആൻഡ് എൻട്രോബാക്ടർ എയറോജീൻസ്, ഈ ടൈപ്പിലാണ് കാണപ്പെടുന്നത്. ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? ഡിഫറൻഷിയേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് IMVIC ടെസ്റ്റ്. IMVIC ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 4 ടെസ്റ്റ് കൂടി ചേർന്ന ഒരു ടെസ്റ്റ് ആണ്. ഇൻഡോൾ ടെസ്റ്റ്, മീഥൈൽ ബ്ലഡ് ടെസ്റ്റ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, VP ടെസ്റ്റ്, സിട്രിക് ടെസ്റ്റ്.
ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ടേബിൾ കാണാൻ പറ്റുന്നുണ്ടാവും. എസ്ചെറീഷ്യ കോളൈക്കും എൻട്രോബാക്ടർ അയറോജിൻസിനും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. അത് വെച്ചിട്ട് അതിൽ മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ളത് കോളിഫോമിന്റെ ഏത് ഫോം ആണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. ഈ കോളിഫോം എന്ന് പറയുമ്പോൾ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. എയറോബിക് കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ്. ഇത് ലാക്ടോസിൽ നിന്ന് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും 48 hours. കോളിഫോം പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ലാക്ടോസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും വിത്തിൻ 48 hours. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്യൂമറേഷൻ ഓഫ് അതർ ടൈപ്സ് ഓഫ് ബാക്ടീരിയ. മിൽക്കിൽ ഇപ്പുള്ള ഏകദേശം ടെസ്റ്റുകൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഇതിൽ പ്രസന്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതർ ടൈപ്സ് ഓഫ് ബാക്ടീരിയ, ഏതൊക്കെ ടൈപ്പ് ബാക്ടീരിയയാണ് ഇനിയും പ്രസന്റ് ആയിട്ടുള്ളത്? കൗണ്ടിങ് പ്രോട്ടിയോലിറ്റിക് ബാക്ടീരിയ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൗണ്ടിങ് പ്രോട്ടിയോലിറ്റിക് ബാക്ടീരിയ. പ്രോട്ടിയോലിറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോലൈസിങ് പ്രോട്ടീൻ, പ്രോട്ടീനെ ഹൈഡ്രോലൈസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് പ്രോട്ടിയോലിറ്റിക് ബാക്ടീരിയ. എങ്ങനെയാണ് ഇവര് പ്രോട്ടീനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീനേസ്. എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീനേസസ് ഉണ്ടാക്കിയിട്ട് ഇതിനെ പ്രോട്ടീനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നു. മോസ്റ്റ്ലി ഇത് ചെയ്യുന്നത് സൈക്രോട്രോഫ്സ് ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ പറയുന്നത് മൈക്രോകോക്കസ്, ബാസിലസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ്, പ്രോട്ടിയോലിറ്റിക് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ്. ഇവര് 7 ഡിഗ്രി സെൽഷ്യസിലാണ് ഗ്രോ ചെയ്യുക. അപ്പൊ നമുക്ക് പ്രോട്ടിയോലിറ്റിക് മൈക്രോബിയൽ കൗണ്ട് എടുക്കാവുന്നതാണ്. കാരണം കെസീൻ അഗർ പ്ലേറ്റില് അല്ലെങ്കിൽ മിൽക്ക് അഗർ പ്ലേറ്റ്സിൽ നമ്മൾ മിൽക്ക് സാമ്പിൾ ഒഴിച്ചിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഏകദേശം ഒരു 6 days നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തതിനു ശേഷം അവിടെ കെസീന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നു. നമുക്കറിയാം മിൽക്കിലുള്ള മെയിൻ പ്രോട്ടീൻ ആണ് കെസീൻ. അത് ബ്രേക്ക് ഡൗൺ നടത്തിയിട്ട് അവിടെ ഒരു വൈറ്റ് സോൺ ഓഫ് പ്രസിപ്പിറ്റേഷൻ നടക്കും. അങ്ങനെ നമുക്ക് അതില് പ്രോട്ടിയോലിറ്റിക് ബാക്ടീരിയ പ്രസന്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അടുത്തത് കൗണ്ടിങ് ലിപ്പോലിറ്റിക് ബാക്ടീരിയ. നമ്മൾ പ്രോട്ടിയോലിറ്റിക് പറഞ്ഞു, അത് പ്രോട്ടീനെ ഹൈഡ്രോലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ലിപ്പോലിറ്റിലേക്ക് വരുമ്പോൾ അതെന്താണ്? ട്രൈഗ്ലിസറൈഡ്സിനെ ഹൈഡ്രോലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ട്രൈഗ്ലിസറൈഡ്സിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത്? എക്സ്ട്രാ സെല്ലുലാർ ലിപ്പേസസ് ഫോം ചെയ്തിട്ടാണ് ട്രൈഗ്ലിസറൈഡ്സിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഫ്ലേവോ ബാക്ടീരിയ. ലിപ്പോലിറ്റിക് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് ഫ്ലേവോ ബാക്ടീരിയ. ഇവിടെ ട്രൈബ്യൂട്ടറൈൻ അഗർ ഉപയോഗിച്ച് മിൽക്കിനെ ട്രൈബ്യൂട്ടറൈൻ അഗറിലോട്ട് മിക്സ് ചെയ്തതിന് ആഡ് ചെയ്തതിനു ശേഷം ഇൻക്യുബേറ്റ് ചെയ്യുന്നു 65 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 days. അല്ലെങ്കിൽ ഒരു 37 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 3 days. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി സ്പോർ കൗണ്ട്. സ്പോർ കൗണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും സ്പോർ കൗണ്ടിൽ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ബാസിലസ് സ്പീഷീസ് ആണ് ഇവിടെ വരുന്നത്. ഈ സാമ്പിൾസ് നമ്മൾ ഒരു 80 ഡിഗ്രി സെൽഷ്യസിൽ കെപ്റ്റ് ചെയ്തിട്ട് കൂൾ ചെയ്യും. റൂം ടെമ്പറേച്ചറിൽ സ്ലോ ആയിട്ട് കൂൾ ചെയ്യുന്നു. 80 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തതിന് ശേഷം കൂൾ ചെയ്യും. റൂം ടെമ്പറേച്ചറിൽ മെല്ലെ കൂൾ ചെയ്യുന്നു. സാമ്പിൾ പ്ലേറ്റഡ് ആൻഡ് ഇൻക്യുബേറ്റഡ് അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് ഫോർ 48 hours. അങ്ങനെ നമുക്ക് സ്പോർ ഫോം ചെയ്യും. അതിനെ നമ്മൾ അതാണ് സ്പോർ കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ വരുന്ന അടുത്ത ബാക്ടീരിയയാണ് തെർമോഫിലിക് കൗണ്ട്. വേറെ കാറ്റഗറിയാണ് തെർമോഫിലിക്. തെർമോഫിലിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രോ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഏകദേശം ഒരു 50 to 110 ഡിഗ്രി സെൽഷ്യസിൽ ഇതിന് ഗ്രോ ചെയ്യാൻ പറ്റും. അതാണ് തെർമോഫിലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈ ടെമ്പറേച്ചറിലും ഇവർക്ക് ഗ്രോ ചെയ്യാം. ജനറലി ബേസിലസ് സ്പീഷീസ് ആണ് അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം സ്പീഷീസ് ആണ് തെർമോഫിലിക് കൗണ്ടിൽ ഉള്ളത്. ഇവരെ കൗണ്ട് ചെയ്യുന്നത് ഏകദേശം ഇൻക്യുബേഷൻ നടത്തുക 45 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 55 ഡിഗ്രി 48 hours നമുക്ക് മിൽക്കിനെ മീഡിയയിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്തിട്ട് ഇൻക്യുബേഷൻ നടത്തിയാൽ നമുക്ക് ഇവരെ കൗണ്ട് ചെയ്യാവുന്നതാണ്.
ദെൻ തെർമോഡ്യൂറിക് ആവുമ്പോൾ തെർമോഡ്യൂറിക് ബാക്ടീരിയാസ് ആണ് കൗണ്ട് ചെയ്യുന്നത്. തെർമോഡ്യൂറിക്കിലാവുമ്പോൾ ഇവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഹൈ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ ഹൈ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇവർക്ക്. ഇവരെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോകോക്കസ്, മൈക്രോ ബാക്ടീരിയം, ബാസിലസ്, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇതിലും സെയിം സാമ്പിൾ പ്ലേസ് ചെയ്യുക, 63°C ഫോർ 30 മിനിറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു, കൂൾ ഡൗൺ ചെയ്യുന്നു, അങ്ങനെ നമുക്ക് കൗണ്ട് കിട്ടും. ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൗണ്ട് നമുക്ക് വിസിബിൾ ആണ്, നമുക്ക് അറിയാം, ഈ പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, നമുക്ക് കൗണ്ട് ചെയ്യാം. ദെൻ സൈക്കോട്രോഫിക് കൗണ്ട്, ഇതിൽ വരുന്നത് പ്രൈമർലി ഓഫ് ഫാമിലി ഓഫ് സ്യൂഡോമോണാഡേഷിയെ. ദെൻ സാമ്പിൾ ഇതിൽ എടുത്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നു, സെയിം മിൽക്ക് നമ്മൾ മീഡിയയിലോട്ട് ആഡ് ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നു 7 to 10°C അല്ലെങ്കിൽ ഫോർ 7 to 10 days നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് മൈക്രോസ്കോപ്പിൽ നമുക്ക് ഇതും കൗണ്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്യൂമറേഷൻ ഓഫ് ഈസ്റ്റ് ആൻഡ് മോൾഡ്. ബാക്ടീരിയസിനെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈസ്റ്റ് ആൻഡ് മോൾഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റിംഗ് മിൽക്ക് സാമ്പിൾ ഇൻ PDA ഓർ മാൾട്ട് എക്സ്ട്രാക്ട് അഗർ. PDA എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗർ. അത് നമ്മൾ മിൽക്ക് സാമ്പിളിനെ എടുത്തിട്ട് ഈ അഗറിലോട്ട് മിക്സ് ചെയ്യുന്നു, ദെൻ ഇൻക്യുബേറ്റ് ചെയ്യുന്നു അറ്റ് 30 to 32°C ഫോർ 3 to 5 days. നമ്മൾ ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പ്ലേറ്റിംഗ് നടത്തിയിട്ട് നമുക്ക് ഈസ്റ്റിന്റെയും മോൾഡിന്റെയും പ്രസൻസ് അറിയാവുന്നതാണ്. ദെൻ മൈക്രോസ്കോപ്പിക് മെത്തേഡ് ആണെങ്കിൽ മോൾഡ് മിസേലിയ കൗണ്ട് ആണ് കിട്ടുക. ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ട് വഴി നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ മാക്രോസ്കോപ്പിക് മെത്തേഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മെഥിലീൻ ബ്ലൂ ബൊറാക്സ് ടെസ്റ്റ് ആണ് നടത്തുക. ഇവിടെ 5 ml വാം മിൽക്ക് ഹോട്ട് മെഥിലീൻ ബ്ലൂ ആൻഡ് ബൊറാക്സ് ആയിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് ഷേക്ക് ചെയ്തതിനു ശേഷം അവിടെ ഒരു സർക്കുലാർ ഡിസ്ക് ടൈപ്പിൽ കോളനീസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, മോൾഡിന്റെ മാസ് ഗ്യാദർ ചെയ്തിട്ടുള്ളതെന്നാണ് അർത്ഥം. അങ്ങനെ നമുക്ക് മോൾഡിന്റെ പ്രസൻസ് കാണാവുന്നതാണ്. ഇനി വിഷ്വൽ മോൾഡ് ടെസ്റ്റ്, മോഡിഫൈഡ് മെഥിലീൻ ബ്ലൂ ബൊറാക്സ് ടെസ്റ്റ്. ഇതിലും സെയിം മിൽക്ക് മിക്സ്ഡ് വിത്ത് മെഥിലീൻ ബ്ലൂ ആൻഡ് ആൽക്കലൈൻ സോൾട്ട് സ്റ്റിർ ചെയ്തതിന് ശേഷം ഹീറ്റ് ചെയ്യുന്നു, ദെൻ ഫിൽട്ടർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് വിഷ്വലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, മൈസീലിയം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടെസ്റ്റുകൾ. ഏകദേശം 17 ടെസ്റ്റോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ഏകദേശം 17 ടെസ്റ്റോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.